പഠിക്കുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാ? വടുവഞ്ചാൽ. അപ്പോൾ നമ്മൾ വടുവഞ്ചാലിലേക്കുള്ള യാത്രയിലേക്കാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ആമിറിന്റെ അപ്പോൾ ആമിറിന്റെ ദൃശ്യങ്ങളും വീഡിയോയും ഇപ്പോൾ നമ്മളുടെ ഒരു വിൻഡോയിൽ പ്രേക്ഷകർക്ക് കാണാം. ആ ആമിറിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആമിർ പറയുന്ന വിശേഷങ്ങൾ കൂടി കേൾക്കാം. അപ്പോൾ മേപ്പാടിക്ക് നന്ദി. താങ്ക്സ് എ ലോട്ട്. ദുരന്തബാധിതരെ ചേർത്ത് പിടിച്ച ഗ്രാമമാണ് കേട്ടോ മേപ്പാടി. എല്ലാ മനുഷ്യരും തിരികെ ഇവിടെ എത്തിയ നാടാണ്. സ്നേഹം. ഓക്കെ, താങ്ക് യു. സ്നേഹം ബിസ്ക്കറ്റിൻ്റെ രൂപത്തിൽ, സ്നേഹം ചായയുടെ രൂപത്തിൽ, ഉണ്ണിയപ്പത്തിൻ്റെ രൂപത്തിൽ, ഒപ്പം ചെറിയ കൈ ഉയർത്തലിൻ്റെ രൂപത്തിലൊക്കെ നമ്മൾക്കൊപ്പം വരുന്നു. അത് പ്രേക്ഷകർക്കുള്ള സ്നേഹമാണ്. അത് റിപ്പോർട്ടർ ചാനലിൽ മാത്രമുള്ളതല്ല. താങ്ക്സ് എ ലോട്ട്. ദുരന്തമുഖത്തെ മനുഷ്യരെ ചേർത്ത് പിടിച്ച് നിർത്തിയ മേപ്പാടിയുടെ സൗന്ദര്യത്തോട് നോക്കൂ. എനിക്ക് തോന്നുന്നു ആൻറ്റോ, ഈ വയനാട്ടിൽ ഏറ്റവും സുന്ദരമായ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും മേപ്പാടി, ഈ ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിൽക്കുന്ന ഈ 900 കണ്ടി സൂപ്പറാണ്. വയനാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുള്ള സ്ഥലം എന്ന് ചോദിച്ചാൽ മേപ്പാടി പ്രദേശങ്ങളാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അതിനേക്കാളും നല്ല ആൾക്കാരാണെന്നുള്ള ആരും നമ്മളിപ്പോൾ കാണുന്ന അവരുടെ റിയാക്ഷൻ കണ്ടോ? എത്രയോ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മളോട് പെരുമാറുന്നത് നോക്കിക്കേ. കാരണം അവർ സാധാരണക്കാരായ പാവപ്പെട്ട തോട്ടത്തൊഴിലാളികളായ ജനങ്ങളാണ്. കാരണം അവരുടെ ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടർ TV ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു റിയാക്ഷനാണ് ഇപ്പോൾ ജനങ്ങൾ നമ്മളോട് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരിക്കൽ കൂടി നിയമപ്രകാരമുള്ളൊരു മുന്നറിയിപ്പ്. ഈ വാഹനത്തിന് ഞങ്ങൾക്ക് സീറ്റ് ബെൽറ്റ് ആവശ്യമില്ല. ഒരിക്കൽ കൂടി നമ്മളുടെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പോലെ അദ്ദേഹം ഒരുപാട് ഓഫ് റോഡുകൾ ഓടിച്ച മനുഷ്യനാണ്. ഒരിക്കൽ കൂടി ആ വാഹനത്തിൻ്റെ കാര്യം ഇടയ്ക്ക് പ്രേക്ഷകരോട് പറയേണ്ടതിൻ്റെ കാരണം പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുന്നത് ആളുകളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാകും. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞോളൂ. ഇത് നമ്മുടെ വണ്ടിയെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. ഇത് വില്ലിസ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് നമ്മുടെ പണ്ട് യുദ്ധമുഖത്ത് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്. വളരെ റയറസ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഓപ്പൺ ബോഡി, അതായത് വണ്ടി ഫുള്ളി തുറന്നു പോകാനുള്ള പെർമിഷനുള്ള വളരെ ചുരുക്കം ചില വണ്ടികളിലൊന്നാണ്. പിന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാനുള്ള ആവശ്യമില്ല. കാരണം ആ സമയത്ത് സീറ്റ് ബെൽറ്റ് നിർബന്ധമല്ല, ആ വണ്ടിക്ക് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ലീഗലി ഫിറ്റാണ്. അപ്പോൾ ഈ വണ്ടിക്ക് RC ബുക്ക് ഉള്ളതാണ്. വളരെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന വണ്ടിയാണ് വില്ലീസിൻ്റെ വണ്ടി. 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഉപയോഗിച്ചിരുന്ന വാഹനമാണ്. ഇങ്ങനെയുള്ള കുറച്ച് വണ്ടികൾ മാത്രമേ ഇന്നിപ്പോൾ നിരത്തിലുള്ളൂ. ആ വാഹനങ്ങൾ ഓപ്പൺ എൻഡഡ് ബോഡി ആയതുകൊണ്ട് തന്നെ ആ വാഹനങ്ങളിൽ ഇപ്പോൾ നമുക്ക് അത് ബാധകവുമല്ല. അപ്പോൾ നമുക്കപ്പോൾ അമീറുണ്ട് അല്ലേ? അമീർ, മുഴുവൻ പേര്? ആമിർ കെ പി മലപ്പുറമാണ് അല്ലേ? വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അമീർ. നമുക്ക് അമീറിൻ്റെ വിശേഷങ്ങൾ കാണാം. അമീറിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അമീർ, എന്നാ തുടങ്ങിയത് ഈ പരിപാടി? ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടുള്ളൂ. പക്ഷേ വൈൽഡ് ലൈഫ് എന്താ പറയുക, ആസ് എ വൈൽഡ് ലൈഫ് ലവർ ഒരു 10 വർഷത്തോളമായി. ഇപ്പം നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ടൈഗർ റിസർവും അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും കവർ ചെയ്തിട്ടുണ്ട്. വയനാടും നമ്മളെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷനാണ് വയനാട്. എങ്ങനെയാണ് ഒരു ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഡെസ്റ്റിനേഷൻ ആവുന്നത്? ബുള്ളറ്റ് റൈഡേഴ്സിന് മാത്രമല്ല, ഓഫ് റോഡ് ട്രക്കേഴ്സിനും ഈ ട്രക്കിംഗ് താല്പര്യമുള്ളവർക്കും ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്കും വയനാട് എങ്ങനെയാണ് ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആവുന്നത് എന്നതാണ് നമ്മൾ പറയുന്നത് അല്ലേ? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഉഷാറായി വരണം അല്ലേ? ഉഷാറായി വരണം. WTO ഓർഗനൈസേഷൻ. ഓക്കെ. വയനാട് ടൂറിസം ഓർഗനൈസേഷൻ്റെ ആളാണ്. രാജേഷ്.